29th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എനിക്ക് ഏറ്റവും ഈ വർഷത്തെ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും മറക്കില്ലൊരിക്കലും എന്ന ഈ പരിപാടി തന്നെയാണ്. ഇത് മിനിസ്റ്റർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഭാഗ്യലക്ഷ്മി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകളെ, ഇതൊന്നും അല്ലായിരുന്നു, കുറച്ച് കൂടുതൽ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും വിദേശത്താണ്. പിന്നെ ചിലവർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കുറേ വർഷങ്ങളായവരല്ലേ, ഒരുപാട് ഏജ് ആയതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് 21 പേരിൽ നമ്മൾ ഒതുക്കിയതാണ്. 40 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ 21 പേരും. അവർ പരസ്പരം തന്നെ അവരാരും കാണുന്നില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പരസ്പരം നമ്മളിങ്ങനെ ഇന്ന ആൾക്കാരാന്ന് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. നമ്മളിതിനൊരു ചെറിയ നിമിത്തമായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെയും മിനിസ്റ്ററുടെയും കൾച്ചറൽ മിനിസ്റ്ററുടെയും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പഴയ ആർട്ടിസ്റ്റുകൾ, അത് പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റ്, സ്ത്രീകളുടെ. കാരണം ഈ ഫെസ്റ്റിവൽ സ്ത്രീ സാന്നിധ്യം കുറച്ച് അധികമാണ് സിനിമയിൽ. സിനിമകൾ തന്നെ സ്ത്രീകളുടെ 4 സ്ത്രീകളുടെ സിനിമകളുണ്ട്. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഒരു വനിതയ്ക്കായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യമുള്ളൊരു മേളയായി. അല്ല, ഞങ്ങൾ 2008 ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അന്നും ഇതുപോലെ കുറേ, ഇതേ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ തന്നെയായിരുന്നു അന്നും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അന്ന് പക്ഷേ മിക്സായിരുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ ഒരുമിച്ച്. അന്ന് VS അച്യുതാനന്ദൻ സാർ പിന്നെ CM ആയിരുന്ന സമയത്ത് ഇതുപോലെ വളരെ പഴയ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരെയും അന്നും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ. ഇന്നിപ്പോൾ ഇവിടെ പിന്നെ രാജശ്രീ, TR റോമന, ഉഷാകുമാരി, KR വിജയ, ഭവാനി, കനകദുർഗ, ശാന്തി കൃഷ്ണ, ജലജ, മേനക, പിന്നെ വഞ്ചിയൂർ രാധ, ഹേമ ചൗധരി, വിനോദിനിയൊക്കെ കമലഹാസൻ്റെ കൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചവരാണ്. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും പലരെ അറിയില്ല, അതുകൊണ്ട് എല്ലാവരെയും നമ്മളിങ്ങനെ പരിചയപ്പെടുത്തണം. അതെ, അപ്പം ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. ജീവിതത്തിൽ ഇതൊരു നല്ല സമയമാണ്, വളരെ വളരെ വലിയ സമയമാണ്, എന്നും മറക്കാൻ കഴിയില്ല. കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ മദ്രാസിൽ കുറേ ആർട്ടിസ്റ്റുമാരുണ്ട്, എന്നാലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് വളരെ കുറവാണ്. അത് കാരണം ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിലൂടെ കാണാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു ഇവിടെ, കാരണം നമ്മൾ തനിയെ പോയിട്ട് ഒരാളെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായാൽ വളരെ സന്തോഷം. പിന്നെ ഈ KR വിജയമ്മയുടെ കൂടെയാണ് ഞാൻ അഭിനയം നിർത്തുന്ന ലാസ്റ്റ് പടം കോളിളക്കം അഭിനയിച്ച്, പിന്നെ കല്യാണം കഴിച്ചു പോയി. അങ്ങനെ വീണ്ടും കാണുന്നു, ഭയങ്കര എല്ലാവരും ഒന്നുകൂടെ കാണുന്നത് ഭയങ്കര. കാരണം ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ അറിയണ്ടേ, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതെല്ലാ വർഷവും ഇനിയുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൊണ്ടുവരണം, ആദരിക്കണം. അത് വലിയൊരു സന്തോഷമാണ്. ഷീലാമ്മ വരുന്നില്ല, എനിക്ക് വിഷമമുണ്ട്. ഭയങ്കര സന്തോഷം മോനെ. അങ്ങനെയൊന്നും കാണുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ ഇത്രയും പേരെ ഒരുമിച്ച് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര സന്തോഷം. ഇനി സമയമുണ്ടോ ഇനി കാണാനായിട്ട്? ഇതൊരു വലിയ അപൂർവ സന്ദർഭമല്ലേ ഇത്. അത് ഇനിയത്തെ കാര്യം നാളത്തെ കാര്യം നാളെ. ഇപ്പോഴത്തെ സമയം എല്ലാവരെയും കണ്ടു, എനിക്ക് വളരെ തൃപ്തിയുണ്ട്. എല്ലാം പഴയ ആളുകളെ കാണുമ്പോൾ പഴയകാല ഓർമ്മയൊക്കെ വരികില്ലേ തനിയെ. പ്രത്യേകമായ ഒരു ഇവൻ്റാണ്. ഇതുപോലത്തെ ഒരു അവസരം പിന്നെയും കിട്ടുമോ എന്നറിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ I've seen artists now who have worked in 1940s, 50s, 60s, 70s, and of course ഞങ്ങൾ 80s ആണ്. ആൻഡ് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എല്ലാ സീനിയർ ആർട്ടിസ്റ്റും കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓർമ്മകൾ, യെസ്, all the pleasant memories of Kerala. And I really remember Director Bharathan, Mr. Padmarajan, KPAC ലളിത ചേച്ചി, നെടുമുടി വേണു, yes, and of course நிறைய co-artists who worked, like I paired with Ratish, I paired with Nazir sir, I paired with Sukumaran sir, I paired with Nedumudi, Pratap Pothan, ഇവരൊക്കെ ഇല്ല അപ്പോൾ.
അത് എനിക്ക് ഐ ഫീൽ വെരി സാഡ് അബൌട്ട് ഇറ്റ്, ബട്ട് ഐ എം ഹാപ്പി ടു ബി ഹിയർ എനിവേ. താങ്ക് യു. സന്തോഷം അല്ലാതെ എന്താ തോന്നുന്നത്, എന്താ വെച്ചാൽ കുറേ ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണുകയാണ്, അപ്പോൾ അതിൻ്റെ സന്തോഷം. അല്ല, എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ച ആദ്യത്തെ തമിഴ് പടം, കാർത്തികിന് കൂടെ ഒരു പടം ഞാൻ ചെയ്തുവരുന്നു, മാറുപെട്ട കോലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ എൻ്റെ അമ്മയായിട്ടാണ് അത്ര അവർ അഭിനയിച്ചത്. ഞാനിങ്ങനെ അവർക്ക് ഞാൻ ചോദിക്കാൻ ചെയ്തു, ഇത് ഈ ആർട്ടിസ്റ്റ് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പിടി കിട്ടുന്നില്ല ആരെന്ന്. അപ്പോൾ അവർ ജലജ, അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ താൻ ജലജ, ഉനക്ക് പുറിയില്ല എന്നെ. ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഞാൻ താ ഓ അമ്മാവ നടിച്ചത് இந்த പടത്തിൽ. ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സോ ഇറ്റ് വാസ് സോ നൈസ്, ലൈക്ക് വളരെ സന്തോഷം. അതൊരു നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ നമ്മൾ കാണുമ്പോഴത്തേക്കുള്ള സന്തോഷം വളരെ സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ കൊളീഗ്സ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ മേനകയാണെങ്കിലും ശാന്തി, ഇവരൊക്കെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരല്ലേ. പിന്നെ അഭിനയിക്കാത്തവർ, പിന്നെ കാണാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു എക്സൈറ്റിംഗ് ഇവൻ്റാണ്. അപ്പം താങ്ക്സ് ടു ദ ഗവൺമെൻറ് ഫോർ ഓർഗനൈസിങ് സച്ച് എ വണ്ടർഫുൾ പ്രോഗ്രാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.